ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അത് എവിടെ കൊണ്ട് ചെന്നെത്തിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. ജയിക്കാൻ വേണ്ടി ഏത് വഴികളും സ്വീകരിക്കുക. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ നാട്ടിലെ സഹകരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആക്ഷേപം പറയുന്നില്ല. അതിനേക്കാളും കഷ്ടമായി തീരും. അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് വഴികളിലൂടെയും സഞ്ചരിക്കുന്ന സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. ഇതിന് ജനങ്ങളാണ് ശക്തി. ആ ജനകീയ ശക്തി നിർവീര്യമായ ചലനമറ്റു പോയാൽ നാം ദുഃഖിക്കേണ്ടി വരും. നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ നല്ലൊരു ഭാഗം കഴിഞ്ഞു. നമ്മളൊന്നും ചില ചുരുക്കം ചില ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പങ്കെടുത്തവരല്ല. ഞാനൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരാണ്. പക്ഷെ ഇനിയുള്ള തലമുറ അതിനേക്കാളും ദുഃഖകരമായ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകരുത്. നമ്മുടെ പിൻഗാമികളായിട്ടുള്ള പുതിയ തലമുറ ദുഃഖകരമായ അന്തരീക്ഷത്തിലേക്ക് പോകരുത്. അതിൻ്റെ കാവൽ ഭടന്മാരായിരിക്കണം ഇന്നത്തെ ഇന്ത്യൻ ജനത. PMC പദ്ധതിയുടെ എഗ്രിമെൻറ്റിൽ ഒപ്പിടണം. അത് തെറ്റായൊരു സമീപനമാണ്. എല്ലാവരും എതിർക്കപ്പെടേണ്ടതാണ്. പിന്നെ PMCയിൽ ഒപ്പിട്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ രാഷ്ട്രീയ പ്രശ്നമാണ്. ഇനി PMCയിൽ ഒപ്പിട്ട പണം വാങ്ങുന്നത് അവരുടെ തെറ്റായ നിലപാടിനെ തിരുത്താൻ സഹായകരമാണ്. കേരളത്തിൽ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടും, പണം വാങ്ങും, കേരളത്തിലെ കുട്ടികളെ എന്ത് പഠിപ്പിക്കണമെന്ന് കേരളം തീരുമാനിക്കും. അത് അവരുടെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. പക്ഷെ കത്തിവെച്ച ആളുകളെ ഭീഷണിപ്പെടുത്തി ഒപ്പിടിക്കുക എന്ന് പറയുന്നത് തെറ്റായ സംസ്കാരമാണ്, തെറ്റായ രീതികളാണ്. ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം, ഒരു വിവാദപരമായ വിഷയമാണ്. തിരുത്തേണ്ടവർ തിരുത്തണം, തിരുത്തിക്കേണ്ടവർ അതിന് തയ്യാറാകണം. ദൗർഭാഗ്യകരമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇന്നലെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷിക ദിനമാണ്. ഇന്നലത്തെ പ്രധാന പ്രശ്നം എന്താ? വന്ദേ മാതരം ഗീതം പാട്ട്. വന്ദേ മാതരം അത് ദേശീയ ഗാനമല്ല, ദേശീയ ഗീതമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഈ ദേശീയ ഗീതത്തെക്കുറിച്ച്, വന്ദേ മാതരം, അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തൊരു ധാരണയിലെത്തി. അതിൻ്റെ ആ ധാരണ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ 2 ചരണം, ആദ്യ ഭാഗം, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തു സൂക്ഷിക്കാൻ ജനങ്ങളോട് പ്രതിബദ്ധത നിർവഹിക്കുന്ന വരികളാണ്. എന്നാൽ പിന്നീടുള്ള ഭാഗങ്ങൾ ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമാണ്. മതപരമായിട്ടുള്ള വികാരം ഉണ്ടാക്കുന്നതാണ്, മതവിഭാഗങ്ങളെ ആക്ഷേപിക്കുന്നതാണ്. ഇന്ത്യ ഒരു മതനിരപേക്ഷത രാജ്യമാണ്. ലോകത്തിൽ ഇതുപോലൊരു രാജ്യം വേറെയില്ല. ലോകത്തിലെ എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്. ജാതിയും ഉപജാതിയും ഉപോപജാതിയും വ്യവസ്ഥകൾ നിലനിൽക്കുന്ന നാടാണ് ഈ കേരളം, ഇന്ത്യ. എത്രയോ ഭാഷകളുള്ള നാടാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളാണ്, ജീവിത രീതികളാണ്, ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് രാജ്യം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഏകോദര സഹോദരങ്ങളെപ്പോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം. ആ സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് നാം പ്രചരിപ്പിക്കേണ്ടത്. ആ സാഹോദര്യത്തിൻ്റെ ഒരു പോറലേൽപ്പിക്കരുത്. ആ സാഹോദര്യത്തിൻ്റെ പോറലേൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് വന്ദേ മാതരം ദേശീയ ഗീതം ഇന്ത്യയുടെ ദേശീയ നേതാക്കൾ രാജേന്ദ്ര പ്രസാദ്, പണ്ട് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ദേശീയ നേതാക്കൾ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ ആദ്യ ഭാഗം ആലപിക്കുകയും ബാക്കി ഭാഗം ആലപിക്കേണ്ടതില്ല തീരുമാനിക്കുകയും ചെയ്തു. രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കരുത്തും ശക്തിയും പകർന്ന് ഇന്ത്യൻ ജനതയെ ദേശാഭിമാനപരമായി ചിന്തിപ്പിക്കുന്നതാണ് ദേശീയ ഗാനം, ജനഗണമന. ആ ജനഗണമനയ്ക്ക് പകരമാകുമ്പോൾ ദേശീയ ഗീതം. ഇപ്പോഴെന്താ ഗവൺമെൻറ് ചെയ്യുന്നത്? ദേശീയ ഗീതം എല്ലാവരും ആലപിക്കണം.
ആലപിച്ചില്ലെങ്കിലോ 3 വർഷം വരെ തടവ് കൊടുക്കാവുന്ന ഇതോടുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. എവിടത്തേക്കാണ് രാജ്യത്തിൻ്റെ പോക്ക്? ചിന്തിക്കേണ്ടവർ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ നാടിൻ്റെ നന്മയാണോ ലക്ഷ്യം? രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയാണ്. നമ്മൾ ഒരുപാട് ദുഃഖവും വേദനയും അനുഭവിച്ച രാജ്യമാണ്. ബ്രിട്ടീഷ് ഭരണം എത്രമാത്രം കിരാത ഭരണമായിരുന്നു ഇവിടെ. എത്ര മനുഷ്യരതിന് തോൽപ്പിക്കാൻ, ബ്രിട്ടീഷ് ഭരണത്തെ കീഴ്പ്പെടുത്താൻ പൊരുതി മരിച്ച നാടാണിത്. ആ നാട്ടിൽ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ന്യൂ ജനറേഷൻ അങ്ങേറ്റം അസ്വസ്ഥരാണ്. തൊഴിലില്ലായ്മ പ്രശ്നമാണ്. ആ ന്യൂ ജനറേഷനാണ് അടുത്ത കാലത്ത് ഡൽഹിയിൽ ഒരു ജൻസി, നമ്മൾ വിളിക്കുന്ന പുതിയ തലമുറയെ, യുവതി യുവാക്കളെ വിളിക്കുന്ന ജൻസി, ആ ജൻസിയുടെ സമരം നടന്നത്. ആ ജൻസികളുടെ സമരത്തിന് നേരെ എന്തൊക്കെ തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്? അവസാനം ഗവൺമെൻറ്റിന് തോന്നി തെറ്റാണിത്. അവരുടെ മുമ്പിൽ കുറേ വാഗ്ദാനങ്ങൾ നൽകി, പക്ഷേ അവരുടെ പ്രശ്നം പരിഹരിക്കാനല്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇന്ത്യയിലെ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളിൽ നാം ഉയർത്തിപ്പിടിക്കേണ്ട മഹത്തായ സന്ദേശം സാഹോദര്യമാണ്. ആ സാഹോദര്യത്തിലൂടെ മാത്രമേ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ സാധിക്കൂ. മതവിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കി ഏതെങ്കിലും ഒരു നാടിനെ രക്ഷിക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലുള്ളൊരു രാഷ്ട്രത്തെ. അതുകൊണ്ട് ഇന്ത്യയുടെ ദേശാഭിമാനികൾ ഇന്ത്യയെ വിലയിരുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഒരു മതനിരപേക്ഷത, ജനാധിപത്യം, സോഷ്യലിസം, ഈ തത്വത്തിൽ അധിഷ്ഠിതമായ രാജ്യമാകണം, രാഷ്ട്രമാകണമെന്ന് തീരുമാനിച്ചത്. ആ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പോർലേൽപ്പിക്കുന്നതാണ് ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. ഇതൊക്കെ രാജ്യത്തിൻ്റെ മുമ്പിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കുക? ഇപ്പം നമ്മുടെ മുമ്പിൽ ജനങ്ങളുടെ പ്രശ്നം ഭക്ഷണമാണ്, പാർപ്പിടമാണ്, കുടിവെള്ളമാണ്, തൊഴിലാണ്, വിദ്യാഭ്യാസമാണ്. വന്ദേ മാതരം ദേശീയ ഗീതമാണോ ജനങ്ങളുടെ മുമ്പിൽ മുഖ്യ പ്രശ്നം? ഇപ്പോഴെന്താ അതിന് പ്രസക്തി? ദേശം പാടിക്കണമെന്നുള്ളതിന് എന്താ പ്രസക്തി? അതൊരു കീഴ്വഴക്കമനുസരിച്ച് നടന്നു പോകുന്നതെന്ന് നടന്നു പോയാൽ പോരെ. ഇപ്പോഴെന്തിനാ നിർബന്ധം? തെറ്റായ നിലപാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ തകർക്കാനുള്ളതാണ്. മതനിരപേക്ഷതയൊക്കെ തകർന്നാൽ ഇന്ത്യ ഉണ്ടാകില്ല. ജനാധിപത്യം തകർന്നാൽ ഇന്ത്യ ഉണ്ടാകില്ല. നമ്മുടെ ദേശാഭിമാനികൾ, മുൻഗാമികളായിട്ടുള്ള രാജ്യസ്നേഹികൾ എത്ര കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി നടത്തിയ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. മഹാത്മജിയെപ്പോലെയുള്ള രാജ്യത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കേണ്ടി വന്നില്ലേ? ആ ജീവിതം അപഹരിക്കപ്പെട്ടതിനെതിരായിട്ടുള്ളൊരു പൊതുവികാരത്തിലല്ലേ ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ വളരെ ദുഃഖകരമാണ്. അതുകൊണ്ട് എല്ലാവരിലും ഒരു ജാഗ്രത ഉണ്ടാകണം. ആ ജാഗ്രതക്കുറവ് നമ്മെ അപകടത്തിൽ കൊണ്ടുചെന്നെത്തി. സാമൂഹ്യ രംഗത്ത് ജനങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതകാലഘട്ടം മുഴുവൻ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ, ഒരു പൊതു നേതാവ്, സാമൂഹ്യ സേവകൻ, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉയർത്തുമ്പോൾ നമുക്ക് രാജ്യത്തോടുള്ള കൂടുതൽ സ്നേഹം ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവസ്ഥ നോക്കുക. പാർലമെൻറ്റ് നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നിയമം കീറി മുറിച്ച് ചർച്ച ചെയ്ത് ജനങ്ങൾക്കെതിരായി വരാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തേണ്ട സഭയല്ലേ? ആ നിയമനിർമ്മാണ സഭ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവസ്ഥ എന്താ? എന്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്? ഒരു പാർലമെൻറ്റ്, നിയമസഭ, പ്രത്യേകിച്ച് രാജ്യസഭയായാലും ലോകസഭയായാലും നടത്തിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഭരണകക്ഷിക്കാണ്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഡൽഹി തന്നെയാണ്. പാർലമെൻറ്റിൽ പ്രതിപക്ഷം പറയുന്നു ഞങ്ങൾ ഉന്നയിക്കുന്ന
കുട്ടികൾക്ക് നേരെ, ചെറുപ്പക്കാർക്ക് നേരെ, ജൻസിക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ അതുകൊണ്ട് ചർച്ച ചെയ്യണം. അതിന് ഈ മന്ത്രിമാർ തന്നെ, പ്രധാനികൾ തന്നെ വന്ന് മറുപടി പറയണം. ആരെങ്കിലും പറഞ്ഞാൽ പോരാ, ആരെങ്കിലും എന്നല്ല, സഹമന്ത്രിമാർ പറഞ്ഞാൽ പോരാ. ഉത്തരവാദിത്തമുള്ള ഉയർന്ന നേതാക്കൾ തന്നെ അതിന് മറുപടി പറയണം പാർലമെൻറ്റിൽ. ഒരു ന്യായമായിട്ടുള്ള കാര്യമില്ല. ആ ഡൽഹിയിൽ തന്നെ ഉണ്ടായില്ലേ? ഇന്നലെ പാർലമെൻറ്റ് പിരിഞ്ഞു. പ്രധാനമന്ത്രിക്ക് ആ പാർലമെൻറ്റിൽ പോയതെന്താ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചാൽ എന്താ കുഴപ്പം? അതല്ലേ ജനാധിപത്യത്തിൻ്റെ കരുത്ത്? അതല്ലേ ജനവികാരം മാനിക്കുന്ന ഒരു ഭരണാധികാരികൾ എന്ന തോന്നലുണ്ടാക്കുക? അവസാന ദിവസം വരെ പോയില്ല. അവസാന ദിവസം പോയി ഒന്നും പറയാതെ അവരുടെ വഴിക്ക് പോയി. അവസാനം അവിടെ സംഭവിച്ചത് പത്രങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞത്, കുറേ ദിവസം സഭയൊക്കെ ചേർന്നാൽ പിന്നെ സഭ പിരിയുമ്പോൾ സഭാധ്യക്ഷൻ എല്ലാ എം പിമാരെയും അതിലെ കക്ഷി നേതാക്കളെയൊക്കെ വിളിച്ച് അവർക്ക് നല്ലൊരു ചായ സൽക്കാരം കൊടുത്ത് എല്ലാവരും ഒരു സൗഹാർദ്ദം പങ്കിടും. അത് നടന്നോ? പ്രതിപക്ഷം അത് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് അവരവരെ വഴിക്ക് പോയി. ഇങ്ങനെയൊക്കെ പോകുന്ന രാജ്യം ജനാധിപത്യത്തിൻ്റെ കാവൽ രാഷ്ട്രമാണോ? ഇവിടെ കണ്ടുവരുന്ന പ്രവണത ഏതിനെയും ന്യായീകരിക്കാനുള്ള നിലപാടുകളാണ്. ഏതിനെയും ന്യായീകരിക്കുക. ഇതൊന്നും ഒരു നല്ല രാഷ്ട്രത്തിൻ്റെ ലക്ഷണമായി കാണാൻ കഴിയുന്നില്ല. രാജ്യം ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അത് എവിടെ കൊണ്ട് ചെന്നെത്തിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. ജയിക്കാൻ വേണ്ടി ഏത് വഴികളും സ്വീകരിക്കുക. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചിലപ്പോൾ അവിടുത്തെ നാട്ടിലെ സഹകരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആക്ഷേപം പറയുന്നില്ല. അതിനേക്കാളും കഷ്ടമായി തീരും. അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് വഴികളിലൂടെയും സഞ്ചരിക്കുന്ന സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. ഇതിന് ജനങ്ങളാണ് ശക്തി. ആ ജനകീയ ശക്തി നിർവീര്യമായാൽ, ചലനമറ്റു പോയാൽ നാം ദുഃഖിക്കേണ്ടി വരും. നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ നമ്മുടെ നല്ലൊരു ഭാഗം കഴിഞ്ഞു. നമ്മളൊന്നും ചില ചുരുക്കം ചില ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും പങ്കെടുത്തവരല്ല. ഞാനൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരാണ്. പക്ഷെ ഇനിയുള്ള തലമുറ അതിനേക്കാളും ദുഃഖകരമായ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകരുത്. നമ്മുടെ പിൻഗാമികളായിട്ടുള്ള പുതിയ തലമുറ ദുഃഖകരമായ അന്തരീക്ഷത്തിലേക്ക് പോകരുത്. അതിൻ്റെ കാവൽ ഭടന്മാരായിരിക്കണം ഇന്നത്തെ ഇന്ത്യൻ ജനത, ഇന്ത്യൻ സമൂഹം. അതാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് അഭികാമ്യമായിട്ടുള്ളത്. നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് മിടുക്കരായി വളർന്നു വരികയാണ്. കുട്ടികളെല്ലാം നല്ല ബുദ്ധിശാലികളാണ്. നമ്മളിൽ നിന്നും ഒരു വർഷം മുമ്പ് വേറിട്ട് പോയ അന്തരിച്ച ശ്രീ പി ഭാസ്കരൻ മാസ്റ്റർ എന്ന വിദ്യാഭ്യാസ രംഗത്തെ, സാമൂഹ്യ രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ, വികസന രംഗത്തെ ഒരു അതികായകനായിട്ടുള്ള നല്ല മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി കുടുംബം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ അവരുടെ സ്കോളർഷിപ്പ്, കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് നിങ്ങളുടെ എല്ലാം സദസ്സിൽ, നിങ്ങളുടെ എല്ലാം കൺമുമ്പിൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ആ കടമ നിർവഹിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യം കൂടുതൽ അതിന് ശക്തി പകരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്തരമൊരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ടി സരോജിനി ടീച്ചർ, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ മകൾ വനജ ടീച്ചറൊക്കെ ഉണ്ട് ഇവിടെ. ഇവരെല്ലാം അവരുടെ മറ്റു കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് ആ പേര് പറഞ്ഞു എന്നേ. പേര് പറയാൻ കഴിയാത്ത ഒരുപാട് ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ഉണ്ടാകും. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു നല്ല സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇന്നലെ അതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു. ഇന്നലെ പ്രൊഫസർ KKN കുറുപ്പ് ഇവിടെ വന്ന്, അദ്ദേഹം വലിയ ചരിത്ര പണ്ഡിതരാണ്, കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ, ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു പരിപാടിയായി ഇതിനെ രൂപപ്പെടുത്തിയതിന് ഇവരുടെ കുടുംബാംഗങ്ങളോടും പി ഭാസ്കരൻ മാസ്റ്റർ ട്രസ്റ്റിനോടും എനിക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി